എന്തൊരു നല്ല കളിയാണ് കളിച്ചത്, നല്ല കോമ്പറ്റീറ്റീവ് ആയിരുന്നു രണ്ട് ടീമും. കള്ളപ്പൊർക്ക് എന്ന് പറഞ്ഞ് തർക്കിക്കല് ഫസ്റ്റത്തെ കളി കളിച്ചപ്പോ നമ്മൾ വിചാരിച്ചാണ് ഇതോടുകൂടി അല്ലെ ജസ്റ്റ് ഒരു കളിച്ചോക്കാന്ന് വിചാരിച്ചാണ്. പക്ഷെ എല്ലാവർക്കും ബോഡി പെയിൻ. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, നമ്മൾ കുറെ കാലമായിട്ട് കളിച്ചിട്ടില്ല, അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ. അങ്ങനെയാണ് നമ്മൾ തുടർന്ന് കളിക്കാൻ ശ്രമിച്ചത് അല്ലേ? നമുക്ക് എന്താ അഭിപ്രായം? നമ്മളെ അപ്പോട്ടക്കാസ ടീമിൽ പിന്നെ കളിയെ കുറിച്ചൊക്കെ സൂപ്പർ ടീം, ഹൈലി കോമ്പറ്റീറ്റീവ്. നമ്മൾ വിചാരിച്ചേറ്റവും കൂടുതൽ പെർഫോമൻസ്. പക്ഷെ കളി ഫസ്റ്റ് ദിവസം കളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു നിർത്താം, എന്നെ കൊണ്ട് പറ്റുന്ന തോന്നില്ല ഇത്ര ദിവസം. അത് മെയിനായിട്ട് നമ്മൾ ഇതിന്നൊരു പാഠം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി നമ്മുടെ ശരീരത്തിന് സ്ട്രെച്ചിങ്ങും ട്രെയിനിങ്ങും കുഴപ്പമില്ല. 4 ദിവസമായപ്പോൾ നമ്മൾ ഓക്കെയാണ് അല്ലേ? ഇപ്പോൾ വലിയ പ്രശ്നമല്ല. റഷ്യ ഞങ്ങളുടെ ടീമിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ ആണ് റഷീദ്. റഷീദിന്റെ കമന്റ് എന്താ? റഷീദ് ഇടക്കിടക്ക് കളിക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ റഷീദ് അതിന്റെ സ്റ്റാമിന പ്രശ്നങ്ങളൊന്നുമില്ല. അതെന്താണ് നമ്മൾ കുറെ കാലം കളിക്കാണ്ട് പെട്ടെന്ന് ഒരു ദിവസം കളിക്കുമ്പോൾ ഇങ്ങനെ പറ്റാണ്ട് ഞാൻ വെച്ച് പിന്നെ എന്താ സംഭവിക്കുന്നത് മനസ്സിലായില്ല. എന്താണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് ഓക്കെയാണ്, എപ്പോഴെങ്കിലും കളിക്കുമ്പോഴാണ് നമ്മുടെ ബോഡിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. ഒരു ആന്റി ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് ഉണ്ടല്ലോ നമ്മുടെ ശരീരത്തിന്. നമ്മൾ നന്നായിട്ട് നമ്മളെ വീഡിയോയിലൊക്കെ പറയുന്ന പോലെ നമ്മൾ നന്നായിട്ട് റെസ്റ്റ് എടുത്താൽ തന്നെ, നന്നായിട്ട് ഉറങ്ങിയാൽ തന്നെ നമ്മുടെ ശരീരം അത് റീസ്ട്രക്ചർ ചെയ്യുന്നില്ലെങ്കിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ കളി കഴിഞ്ഞ് നല്ലൊരു ഉറക്കം കഴിയുമ്പോൾ തന്നെ ഏകദേശം നമ്മളെ വേദനകളൊക്കെ കുറയുന്നത്. ഫസ്റ്റ് കളിക്ക് മാത്രം നമ്മൾ ടാബ്ലറ്റ് ഒക്കെ എടുക്കേണ്ടി വന്നു, പിന്നെ അതിന്റെ ആവശ്യം വന്നിട്ടില്ല. പക്ഷേ ഞാൻ ഡെയിലി ഫുട്ബോൾ കളിക്കുന്നുണ്ട്, മോർണിംഗ് അധികം ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെയാണ് എല്ലാം ഓക്കെയാണ്. ഞങ്ങളെ ചീഫ് ഫാർമസിസ്റ്റിന് എന്താ പറയാനുള്ളത്? നമ്മൾ ഡെയിലി കളിച്ചാൽ നമ്മൾ ബോഡി ഡെയിലി എക്സസൈസ് ചെയ്താൽ നമ്മുടെ ബോഡിക്ക് നല്ലതാണ്, ഡെയിലി ഫിറ്റ്നസ് ആയിട്ട് നിൽക്കാൻ പറ്റും. പക്ഷെ അത്യാവശ്യം ഉറങ്ങിയിട്ട് വരണ്ടേ നമ്മൾ വരുമ്പോൾ അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് അത് ഓവർ സ്ട്രെസ് ആണ്. അതെ, അത്യാവശ്യം ഉറങ്ങിയിട്ട് വരിക. എനിക്ക് വെയിലത്ത് കളിക്കുമ്പോഴേ മുഖത്ത് നല്ല പാട് കൂടുതൽ വരുന്നുണ്ട്. അത് വളരെ സിമ്പിളാണ്. നീ ഒരു സൺ പ്രൊട്ടക്ഷൻ ക്രീം തേച്ചിട്ട് വാ, അപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവും. അതെ, നമ്മളെല്ലാവരും തേക്കണം. ഞാൻ സത്യം പറഞ്ഞാൽ വെയിൽ കൂടിയപ്പോൾ ആലോചിച്ചാണ്. കളി നിർത്തരുത്. ഓക്കെ.